ഇത്തവണത്തെ ക്രിസ്മസിന് പ്രഷർ കുക്കറിൽ ഒറ്റ വിസിലുകൊണ്ട് നമുക്കൊരു പെർഫെക്റ്റ് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഇത് കൈമരി കൊണ്ടുണ്ടാക്കുന്ന മലബാർ സ്റ്റൈൽ നെയ്ച്ചോറാണ്. അതും അരി കുതിർക്കുകയൊന്നും ചെയ്യാതെ ഒരു 15 മിനിറ്റിനുള്ളിൽ നല്ലൊരു ഫ്ലേവർഫുൾ നെയ്ച്ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. മലബാർ സ്റ്റൈൽ നെയ്ച്ചോറിന് കൈമാരി അല്ലെങ്കിൽ ജീരകശാല അരിയാണ് സാധാരണ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഒക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ കൈമാരി എടുത്തിട്ടുണ്ട് 2 കപ്പ്. കൈമാരിയുടെ നാച്ചുറലായിട്ടുള്ള മണവും രുചിയും തന്നെയാണ് മലബാർ നെയ്ച്ചോറിൻ്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ അരി ഞാൻ കുതിർക്കാറില്ല. ആ ടൈം ആവുമ്പോൾ കഴുകിയിട്ട് ചേർക്കുകയാണ് ചെയ്യാറ്. ഞാൻ പറയാട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വല്യുള്ളിയാണ്. ഒരു വലിയ വല്യുള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട് അരിഞ്ഞ് അതിൻ്റെ ലെയേഴ്സൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കാഷ്യൂസ് വറുത്ത് കോരിയെടുക്കാം. സ്പ്ലിറ്റ് ചെയ്തത് നടുകെ പിളർന്നത് ഒരു 20 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഓയിലിലേക്ക് ചേർത്ത് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഉണക്കമുന്തിരി ഞാൻ വറക്കാതെയാണ് കേട്ടോ ചേർക്കാറ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച വല്യുള്ളി ചേർക്കാം. എണ്ണയിലേക്ക് ചേർത്ത് വഴറ്റി ഒരു സ്ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ, അതായത് ഇതേപോലെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അതൊന്ന് തണുക്കുമ്പോഴേക്കും കറക്റ്റ് നിറായി കിട്ടും. അതേ പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ: പട്ടയുടെ ഇല 1, പട്ട ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ഏലക്കായി ഒരു 3 എണ്ണം, ഷാഹി ജീര 1 ടീസ്പൂൺ, സ്റ്റാർ അനീസ് ഒരു ചെറിയ 1 എടുത്തിട്ടുണ്ട്, ജാവിത്രി പറയുന്നത് നമ്മളെ ജാതിക്കയുടെ മഞ്ഞത്തോടിനകത്തുള്ള ആ ചുമന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നാര് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ജാതിക്കയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗം ഒരു ഗ്രാം പോലും ഇല്ല, ആ ഏരോ ഇട്ടെടുത്ത് കാണുന്നില്ലേ നിങ്ങൾ, ഒരു വളരെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു ഒരു 3 എണ്ണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. നമുക്ക് ചെറിയ തീയിലായിരിക്കണേ ഇത് ചേർക്കുന്ന സമയത്ത്. ഒരു 5-6 സെക്കൻഡ് നേരം മാത്രം വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു വല്യുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതങ്ങ് മുരിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതുപോലെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിയാണ്. നമ്മൾ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് അരിച്ച് വെള്ളം ഒക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം പാനിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾക്ക് ചോറിന് ഒരിത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയ ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. 3 കപ്പ് വെള്ളം ചേർക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ച് 3 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ചേർക്കുന്നത്. വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോവാണ്. എപ്പോഴും റൈസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് ഒരു ചെറിയ പ്രത്യേകതയാണ്. നമ്മൾ അതിൽ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരിത്തിരി അധികം ഉപ്പ് ഉണ്ടെന്ന് തോന്നുന്ന വിധത്തിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുക. എന്നാലേ അരിക്ക് കറക്റ്റ് ഉപ്പായി കിട്ടുള്ളൂ. അത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഉപ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്, ചിലർ പൊടി പൊടിയായിട്ട് അരിയും, ചിലർ നീളത്തിൽ അരിയും, എന്നാലും ഒരുപാട് നീളമായി പോകരുത് കേട്ടോ. ഒരു 1/2 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസ് ചേർക്കണം, ഒരു 2 ടീസ്പൂൺ, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ അരഭാഗം ചേർത്ത് കൊടുക്കാം. കുരു ചേരാതെ നോക്കണേ, ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് വരും. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരേ ഒരു വിസിൽ, അത്രയും മാത്രം മതി, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം പ്രഷറൊക്കെ പൂർണ്ണമായിട്ട് റിലീസായി നമ്മൾ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ ഒരു 80% കഴിഞ്ഞു എന്ന് പറയാം.
ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. സൈഡിൽ നിന്ന് ഇളക്കി തുടങ്ങണം കേട്ടോ, എപ്പോഴും നടുക്കുന്ന് കുത്തിയെടുക്കരുത്. ഇതാ കണ്ടോ, ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, വെള്ളം ഊറിയിട്ടുമില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ എഡിബിൾ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന റോസ് വാട്ടർ ആണോ എന്നുള്ളത് ചോദിച്ച് തന്നെ വാങ്ങണേ. ഇതിന് നെയ്ച്ചോറിന് നല്ലൊരു മണം തരും. ഇത് ചൂടുള്ള നേരം വേണം കേട്ടോ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നെയ്ച്ചോറ് നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. തൽക്കാലം ഞാനൊരു ഡിന്നർ പ്ലേറ്റ് ആണ് അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ഒരു ലെയർ റൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം കാഷ്യൂസ്, നമ്മൾ വറുത്തെടുക്കാത്ത മുന്തിരി, ആ മുന്തിരി നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ. പിന്നെ ബിരിസ്ത, അതായത് ഫ്രൈഡ് ഓനിയൻ, അത് ചേർക്കാം. പിന്നെ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില എന്തായാലും മലബാർ ബിരിയാണിയിൽ ചേർക്കുന്നതാണ്, പക്ഷെ ഓവറായി പോകരുത് കേട്ടോ, അതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും, നെയ്ച്ചോറിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. ഇങ്ങനെ തൽക്കാലത്തേക്ക് 2 ലെയർ മാത്രമേ ഞാൻ ഇപ്പം ചെയ്യുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി, റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ആ ലെയർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മലബാർ സ്റ്റൈൽ നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലിടും. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.